ഗംഗാധരനും ഭാര്യയ്ക്കും 4 ആൺകുട്ടികളാണ്. അതിൽ മൂത്തവനാണ് തിരുപ്പതി സ്വാമി. വളരെ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു അത്. തിരുപ്പതി സ്വാമി എന്ന മൂത്ത ചേട്ടന് പെണ്ണ് കാണാൻ വേണ്ടി എല്ലാവരും റെഡിയാകുന്നുണ്ട്. പക്ഷേ അയാളോട് പറയാതെയാണ് എല്ലാവരും റെഡിയാവുന്നത്. അവൻ വരുന്നതിന് മുമ്പ് പോകാമെന്ന ഉദ്ദേശത്തോടുകൂടി എല്ലാവരും റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ചേട്ടൻ വരുന്നു. ചേട്ടൻ അവരോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അപ്പോൾ അവർ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന് അമ്മ പറയുന്നുണ്ടെങ്കിൽ അവൻ അത് സമ്മതിക്കാതെ പറയുന്നു, എനിക്കറിയാം നിങ്ങൾ എനിക്ക് പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നതാണെന്നും എനിക്കിപ്പോൾ പെണ്ണ് വേണ്ടെന്നും ഞാൻ നിങ്ങളോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടെന്നും അവരോട് പറയുന്നു. ആ ദേഷ്യത്തിന് അമ്മ അകത്തേക്ക് കയറി പോകുകയും ഇനി ഒരിക്കലും ഞങ്ങൾ പെണ്ണന്വേഷിക്കില്ല എന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ രാത്രി കിടന്നുറങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു കള്ളൻ കയറുന്നുണ്ട്. അച്ഛൻ ഗംഗാധരൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കള്ളൻ താഴേക്ക് ഇറങ്ങുന്നത് കാണുന്നു. അയാൾ വേഗം മക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി കള്ളനെ പിടിച്ചു കിട്ടുന്നുണ്ട്. പിന്നീട് കള്ളനോട് എന്തിനാണ് ഇങ്ങനെ കക്കാൻ കയറുന്നതെന്നും എന്താണ് ഇപ്പോൾ ആവശ്യമെന്നും ഏട്ടൻ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, വിശന്നിട്ടാണ് ഞാൻ ഇവിടെ കയറിയതെന്നും വിശപ്പ് സഹിക്കാൻ പറ്റാതെയാണല്ലോ എല്ലാവരും കള്ളന്മാരാകുന്നതെന്നും അയാൾ പറയുന്നു. അപ്പോൾ ചേട്ടൻ പറയുന്നു, നാളെ മുതൽ 500 രൂപ കൂലി തന്നേക്കാം, ഇവിടെ ജോലിക്ക് നിന്നോളൂ, വയറ് നിറച്ച് ഫുഡും തരാമെന്ന്. അങ്ങനെ അയാൾ അവിടെ ജോലിക്ക് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ കള്ളൻ കാണുന്നത് ഈ ആൺമക്കളെല്ലാം പെൺകുട്ടികളെ പോലെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതാണ്. അവന് ശരിക്കും അത് ഒരു അത്ഭുതമായി തന്നെ തോന്നി. അയാൾ അനിയന്മാരോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പെണ്ണുങ്ങളെ പോലെ ജോലികളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അനിയന്മാർ പറയുന്നു, ചേട്ടൻ കാരണമാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. പിന്നീട് അയാൾ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ എല്ലാവരും പെണ്ണുങ്ങളെ പോലെ എല്ലാ ജോലികളും പങ്കിട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇതാണ് ചേട്ടൻ കല്യാണം കഴിക്കാത്തതെന്നും ഇവിടെ ഒരു പെണ്ണ് വരികയാണെങ്കിൽ ഈ ജോലികളെല്ലാം അവളും കൂടെ പങ്കിട്ട് ചെയ്യുമല്ലോ എന്ന് അയാൾ ആ അമ്മയോട് ചോദിക്കുന്നു. ചേട്ടൻ ഒരു കല്യാണത്തിന് പോകുകയും അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടമാകുകയും ചെയ്യുന്നു. അവിടുന്ന് അവർ രണ്ടു കൂട്ടർക്കും ഇഷ്ടമായി കല്യാണം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുടുംബം താമസിച്ചിരുന്നത് ഒരു കോളനിയിലായിരുന്നു. കോളനിയിൽ തന്നെ കച്ചവടം നടത്തി അതിനോട് ചേർന്ന് ഒരു ഷെഡിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. കോടതി വിധി വന്ന് ആ കോളനിയിലെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റുന്നു. അതോടുകൂടി ഇവർക്ക് വീടില്ലാതാകുകയും അവർ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അയൽവക്കത്തെ ഒരു വീട്ടുകാർ അവരെ സംരക്ഷിക്കുകയും അവിടെ താമസിച്ചോളൂ എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ കല്യാണം ഉറപ്പിച്ച പെണ്ണിന്റെ അച്ഛൻ വന്ന് പറയുന്നു, എന്റെ മകളെ ഇങ്ങനെയുള്ള വീട്ടിലേക്കൊന്നും കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നും ഈ കല്യാണം നടത്താൻ താല്പര്യമില്ല എന്നും ഇങ്ങനെ ആയിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നും അയാൾ പറഞ്ഞു കല്യാണം അങ്ങനെ മുടങ്ങുന്നു. അതോടുകൂടെ ഏട്ടൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി തന്റെ കയ്യിൽ പണവും സ്വാധീനവും വീടും എല്ലാം ഉണ്ടായിട്ട് ഞാൻ ഇനി പെണ്ണ് കെട്ടുകയുള്ളൂ എന്നും ഇനി ആദ്യം അതാണ് ഉണ്ടാക്കേണ്ടതെന്നും ആ തീരുമാനം അയാൾ അമ്മയോട് പറയുന്നു. പിന്നീട് വീട്ടുകാർ എത്ര നിർബന്ധിച്ചിട്ടും അവൻ പെണ്ണ് കെട്ടാൻ കൂട്ടാക്കിയിരുന്നില്ല. അങ്ങനെ അവർ എല്ലാവരും കൂടെ അധ്വാനിച്ച് വലിയൊരു കടയും വീടും എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ഏട്ടന് പിന്നീട് പെണ്ണ് കിട്ടുന്നേ ഇല്ല. ഇനി എന്തായി എന്നറിയാൻ അടുത്ത പാർട്ടിന് വേണ്ടി ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ.